ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. यह रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाले युवा के सपनों को शक्ति देने वाली योजना है. यह युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സദേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പരിഗണിക്കുന്ന വിവിധ പദ്ധതികളും ബജറ്റിലുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ, നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിൽ
ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കൽ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു. ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ അത് പ്രായോഗികമല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകന് വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവർ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കാർഷിക മേഖലയ്ക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബഡ്ജറ്റിലും ഞങ്ങൾ കേട്ടു. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 1,69,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 മണിക്ക് ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. PM കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമ ബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് BJP. ഫിഫ ലോകകപ്പിൽ ഇന്ന് USA ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.